നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവുക. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പറയാനുള്ളത്, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ തെളിഞ്ഞു വരും കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. രാവിലത്തെ ലൈവിന് ശേഷം ഒരു 11 മണി വരെ ഇത്തിരി തിരക്കാണ്. അതിനുശേഷം മാക്സിമം വിളിക്കാൻ നോക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, പലരും കയറും ഇറങ്ങും. അതായത് മൊത്തത്തിൽ 1.5 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ജാതകം അതിനകത്തുണ്ട്. അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിലെ വ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ അതിലുണ്ട്. മറ്റുള്ളവരെടുക്കുന്ന പ്രോഫിറ്റുകൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു ചാർട്ട് അതിൻ്റെ ഒരു അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. ഇത് ബേസിക്കലി എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നിഫ്റ്റി എന്നല്ല, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്കുകൾ, സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്വിംഗ് ട്രേഡിന് നല്ലതാണ്. അതേപോലെ ഫോറക്സ്, ക്രിപ്റ്റോ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അതിനെല്ലാം ഏതൊരു രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും ഈ ഒരു ചാർട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ കൂടുതൽ ഇതിനെപ്പറ്റി ഒന്ന് വീഡിയോസൊക്കെ കണ്ടു കഴിയണം. റിപ്പീറ്റ് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് കൂടാതെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ട്രേഡിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു കോളോ ടിപ്പോ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. രാവിലെ മോർണിംഗ് ടൈമിൽ വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രോഫിറ്റുകളാക്കാൻ പറ്റുമായിരുന്നു ഇല്ലയോ എന്നുള്ളതിനാണ് പ്രസക്തി. ഒരുപാട് പേരെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. ആകെ ഉള്ള ഒരു 21 പേരാണ് എൻട്രി ഉള്ളത് തന്നെ. അപ്പോൾ അതിന് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ലൈവിലേക്ക് ചേരാനുള്ളവർക്കാണെങ്കിലും പഠിക്കാനുള്ളവരാണെങ്കിലും നേരിട്ട് വിളിക്കുക. വിളിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. നേരിട്ട് വിളിക്കുക. മെസ്സേജ് അയച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. നേരിട്ട് വിളിക്കാതെ എന്തായാലും മുമ്പോട്ട് പോക്ക് നടക്കില്ല. ഒന്നും പരിചയപ്പെടാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ലൈവിൽ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രീ ഓപ്പൺ മാർക്കറ്റിൽ 17 പോയിൻ്റാണ് ചെറിയൊരു അപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ വലിയ പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാനും മാത്രം ഒന്നുമില്ല. ഈ ഒരു ബോക്സ് അത് മാത്രം ഇന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവുന്നത്. ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ മാർക്കറ്റ് 24,135 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 133 ഭാഗത്തേക്ക്. അതിൽ ആദ്യത്തെ റിജക്ഷൻ എന്ന് പറയണത് ഈ ഒരു SMA ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു SMA വിത്ത് 2496. അപ്പോൾ 4 പോയിൻറ്റും കൂടെ കിട്ടി 24,100. അതൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ ആദ്യം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടൊരു റിജക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു ഏരിയ 24,100 ആയിരിക്കും. അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് മാർക്കറ്റ് ഇൻഡെക്സ് വെച്ചിട്ട് നോക്കാം. 24,133 അതിന് മുകളിൽ 24,151 പിന്നെയും പോയി കഴിഞ്ഞാൽ 24,200 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത്തിരി കഷ്ടപ്പാടാണ് മുകളിലോട്ട് പോയാൽ. അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ എങ്ങോട്ടായിരിക്കാം? മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ
23,948 അവിടെ നിന്ന് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ 23,885 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇത് ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റിൽ ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ തന്നെ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,040 വരുന്നത്. അപ്പോഴേക്ക് നമുക്കിന്ന് ഇൻഡെക്സ് നോക്കാം. ഇത്രയും കൂടെ ഇന്ന് ഇൻഡെക്സിലാണ് അടുപ്പിച്ചൊരു ഇത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ട്രൈക്കുകൾ നമുക്ക് കിട്ടും. 24,000 സി എടുക്കാം. പി 24,100 പി എടുക്കാം. ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു കർവിലാണ് നിൽക്കുന്നത്. ഈ കർവ് അതായത് ഒരു റീകർവിലാണ് നിൽക്കുന്നത്. ഈ കർവ് താഴത്തോട്ടാണോ മേളിലോട്ടാണോ എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് രാവിലെ നോക്കാം എന്ന് വിചാരിച്ചത്. നമ്മളിത് കഴിഞ്ഞ ദിവസമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ്. 2 മിനിറ്റിൽ ഓക്കെ. അപ്പോൾ 2 മിനിറ്റിൽ RSI സ്റ്റിൽ സി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ പി സൈഡ് നമ്മളെടുത്ത സ്ട്രൈക്ക് 159-ൻ്റെയാണ് നമ്മളെടുത്തത്. 159 പി കുറച്ച് ഡൗൺ ആവും. അപ്പോൾ 24,200 സെലക്ട് ചെയ്ത് വെക്കാം. 24,200 പി സെലക്ട് ചെയ്ത് വെക്കാം. അതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം സീല് മൂവ്മെൻറ്റ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡെൽറ്റ വാല്യൂ കറക്റ്റ് ആവാനുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത സ്ട്രൈക്കുകളൊക്കെ തന്നെയാണിത് നമ്മൾ വരച്ചു വെച്ചിരുന്ന. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിൻ്റെ ലോ എന്ന് പറയുന്നത് ഏതാ? 168ആണ്. 168ൻ്റെ താഴത്തോട്ട് പോയാൽ മാത്രം ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് ഡൗണിലേക്ക് പോകത്തുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിൻ്റെ ട്രിഗർ ഇതിൻ്റെ ആദ്യത്തെ റിജക്ഷൻ ഏരിയ എന്നൊക്കെ പറയണത് ഈ ഒരു SMA ആണ്. അവിടെ നിന്നും പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 205, 242, 257 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ പിയിൽ നിലവിലുള്ള ഒരു ഹൈയിലേക്ക് പിയിലേക്ക് മൂവ് ചെയ്താൽ ഏകദേശമാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കിട്ടുന്നില്ല, മാർക്ക് 2 തവണയായിട്ട് കിട്ടുന്നില്ലല്ലോ. $237 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് 255 ആണ്. 255 ബ്രേക്ക് ചെയ്താലാണ് പിന്നെ ഒരു മൂവ്മെൻ്റ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. ഒമ്പത് 13 നമുക്ക് വെയിറ്റ് ചെയ്യാം. സോറി, ഒരു കാര്യം കൂടെ മാറ്റമുണ്ട്. ഈ സിയിൽ സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ താഴത്തോട്ട് ഇപ്പം 180 സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ 180-ന് താഴത്തോട്ട് പോയാൽ 162-ലേക്കോ 135-ലേക്കോ മാർക്കറ്റ് വരും. നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 205 ഈ SMA ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 200 വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയയാണ്. ആദ്യത്തെ ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഒക്കെയാണ്.
അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 214, 226, 255 ഭാഗത്തേക്കാണ്. പക്ഷെ ഇവിടെ ലൈൻസ് ഒന്നും തെളിഞ്ഞു വരുന്നില്ല, നോക്കണം എന്തോ. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. താഴത്തെ ആ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ 100 ബ്രേക്ക് ചെയ്താൽ 190 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 200ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. പിയിൽ 185 ബ്രേക്ക് ചെയ്താൽ 190ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും പിയിലുണ്ടാവുന്നത്. ഇപ്പോൾ രാവിലെ ഇത്തിരി വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധി. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോക്സിലാണ്. ഈ ബോക്സിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. സിയിൽ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഗ്രീൻ ലൈനിലേക്കാണ് ആദ്യത്തെ നമ്മളുടെ മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്യാൻഡിലും കൂടെ എന്തായാലും ഫോം ആവട്ടെ. ഇപ്പോൾ ഈ ഒരു ബേസിൽ സപ്പോർട്ട് എടുക്കുകയാണ് 155 ഭാഗത്തിലൊക്കെ. നമ്മൾ പറഞ്ഞ ആ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് താഴത്തോട്ട്. ഈ 155 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 135ലേക്ക് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. എന്തായാലും സാധാരണ ദിവസം പോലെയല്ല. സാധാരണ ദിവസം നമ്മളൊരു 9:15 ചിലപ്പോൾ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. 180 ബ്രേക്ക് ചെയ്താൽ 187ലേക്കോ 205ലേക്കോ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ കിട്ടുന്നത് സിയിൽ. അതായത് ഇവിടെ SMA ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ SMA ഏകദേശമൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. സിയിലേക്കാണ് RSI നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിയിലേക്ക് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൻ്റെ റീസൺ. ഞാനൊരു സേഫായിട്ടുള്ള സോണാണ് പറഞ്ഞത്. 180 to 187 ഒരു സേഫായിട്ടുള്ള സോണാണ്. സിയിൽ സ്പേസ് ഇട്ടിട്ടുണ്ട്. അത് ഇൻഡെക്സിൻ്റെ ഹയർ ടൈം ഫ്രെയിമിലും സിയിൽ സ്പേസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 178ആണ്. അപ്പോൾ ഒരു 179, 80 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 തടസ്സങ്ങളുണ്ട്. 79, 80, 82. അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 190ലേക്കായിരിക്കും. അതായത് 180 to 190 ഒരു സ്പേസ് ഉണ്ട് പിയിൽ. അതേപോലെ സിയിലാണെങ്കിലും 180 ആണ് നിലവിൽ നിൽക്കുന്നത്. 180 to 187, 205 ഒക്കെയാണ് നിൽക്കുന്നത്. കാരണം ഒരു മടക്ക് വരുന്നുണ്ട്, പിയിലൊരു മടക്ക് വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ 185, 190 വരെയൊക്കെ മാർക്കറ്റ് പോവാം. അതങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിയിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കൺസോൾട്ടേഷൻ സോണാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യുന്നത്. ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പിയിൽ. കാരണം ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകാത്തതിൻ്റെ റീസൺ.
പക്ഷെ പോകേണ്ടതാണ്, പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതായിരുന്നു. ഇപ്പോഴും ഈ റെഡൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതിൻ്റെ ഹൈയിലേക്ക് എന്തായാലും മാർക്കറ്റ് വരണം. എൻ്റെ ഹൈ വന്നിട്ടുണ്ട്. ഓപ്പൺ 180.40, ഹൈ 180.60. അത് കണ്ണിപ്പെട്ടില്ല. ഇതൊരു പെട്ടെന്ന് താഴത്തോട്ട് ബ്രേക്ക് ആയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു കയറും. ഇനിയിപ്പോൾ രണ്ടും ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനും കൂടെയാണ്. ഇവിടെ SMA ടച്ച് ചെയ്തു, ഇവിടെ SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരെണ്ണം ഇവിടെ എടുക്കാം. ഒത്തിരി ഡിലേ ആയിപ്പോയി. ഒരെണ്ണം തകർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അടുത്തതിൽ നോക്കാം. ഇതാണ് ഒരു പക്കാ സപ്പോർട്ട് ഏരിയ ആയിരുന്നു. SMA സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കത് കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഈ വൈറ്റ് ലൈൻ്റെ പൊക്കത്തോ കയറ്റി വെക്കണം. കാരണം ഇവിടെ SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് തിരിച്ചു വരാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ നമ്മളത്ര ഈ റെഡൊന്നും താഴത്തോട്ട് വന്നാലും ഈ 165ൻ്റെ താഴത്തോട്ട് പോകാത്ത കാരണമാണ് ഇതൊരു സപ്പോർട്ട് സോൺ ആയിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് ആദ്യത്തെ റെസ്പെക്റ്റാണ്. ഏത് നിമിഷവും സാധനം തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ടൊക്കെ പോരാം. ഇത് ചെറിയൊരു പോയിന്റ് മാത്രമാണ് ഇവിടെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ 177ൻ്റെ മുകളിലേക്ക് പോകണം. കാരണം ഇവിടെ SMA ഇവിടെ നിൽക്കുന്ന കാരണം ഇത് ഏത് നിമിഷവും പൊട്ടി തകർന്ന് താഴത്തോട്ട് പോരാം. ഇതാണ് നമ്മളെപ്പോഴും എൻട്രി എടുത്തൊന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുള്ളൂ. അത് ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ് റെസ്പെക്റ്റാണ് കണ്ടത്. കാരണം ഇവിടെ SMA അടുത്ത് ടാലിയായിട്ട് കൺസോൾട്ടേഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രീൻ മുകളിലോട്ട് പോയപ്പോൾ അത് ഏത് നിമിഷം പൊട്ടിപ്പൊളിഞ്ഞ് താഴത്തോട്ട് പോരാം എന്ന് നമ്മൾ അനുമാനിച്ചതിൻ്റെ റീസൺ. കാരണം ഇനിയിപ്പോൾ ഇവിടെ ടച്ച് ചെയ്യണം. ാണ് ഇവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞത് എൻട്രി എങ്ങാനും ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വൈറ്റ് ലൈൻ്റെ പൊക്കത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യണം. തിരിച്ച് താഴത്തോട്ട് പോരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയതിൻ്റെ റീസൺ. യെല്ലോ ലൈൻ്റെ ചോട്ടിലേക്കാണ് നിൽക്കുന്നത്. ആ ചോടും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോകണം. അതായത് 170 കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ SMA ഭാഗത്തേക്ക് തിരിച്ചു വന്നു.
ഇനിയിപ്പോൾ അടുത്ത ക്യാനിൽ ഫോം ആകുമ്പോൾ ഈ യെല്ലോ ലൈൻ കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്ക് വരും. ഇനി അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. അതിൽ മെജോറിറ്റി ചാൻസ് സിയിലേക്ക് ഒരു വലിയ ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. RSI സിയിലേക്ക് തന്നെ ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. കാരണം ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ 170 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 176ലേക്ക് കിട്ടും. 173 വരെ വന്നിട്ടുള്ളൂ. 176, 175, 176. ഇനി നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 197. നെക്സ്റ്റ് ക്യാനിൽ ഇനി നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടായിരിക്കും പോണേ? 200. അതായത് നിൽക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻ്റ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഇടിച്ച് നിൽക്കുന്നത്. ഈ ഒരു വൈറ്റ് ഡോട്ട് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 200ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. എന്തായാലും 2 SMA ഏകദേശമൊക്കെ ടാലിയായി. ഇനി അടുത്ത മൂവ്മെൻറ്റ് ഏത് ഭാഗത്തേക്കാണെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു കർവ് പോലെ വരുന്നുണ്ട്, പക്ഷേ ഒന്നും പറയാറായിട്ടില്ല. ഇനിയിപ്പോൾ സേഫായിട്ടുള്ളൊരു സോൺ എന്ന് പറഞ്ഞാൽ 180 ബ്രേക്ക് ചെയ്താൽ 190ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ 165, 167 എന്നുള്ളത് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ് സൈനാണ്. പക്ഷേ 165, 167 കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ ഒരു 160 മാത്രമാണ് സപ്പോർട്ട് സോണായിട്ടുള്ളത്. 167 ബ്രേക്ക് ചെയ്ത് പോകണം. സി സൈഡിൽ 187 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ് 200ലേക്കായിരിക്കും. രാവിലെ നല്ല ഒരു കൺസോൾട്ടേഷനും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹൈവേയിലേക്ക് RSI കയറാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. 167 മേളിലോട്ട് പോകാത്തിടത്തോളം കാലം പിയിൽ മൂവ്മെൻ്റ് ഇല്ല. സ്റ്റിൽ RSIയിൽ സി ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 185 ബ്രേക്ക് ചെയ്താലാണ് ഒരു 200ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ സിയിൽ കിട്ടത്തുള്ളൂ. നമ്മളുടെ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അവിടെ 15 മിനിറ്റ്സിൽ RSI ഗ്രീനിലേക്ക് റെഡിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇത് ബോക്സ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ പറഞ്ഞ ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണം. RSI പോസിറ്റീവ് സൈനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് പി ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഒരു 175 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സി കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഹയർ ടൈം ഫ്രെയിമിലേക്ക് സി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതായത് സിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമോ എന്ന് നോക്കാം. 173 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മൂവ് അപ്പ് ഉണ്ടാകത്തുള്ളൂ. അതൊരു 187 വരെ എന്തായാലും വരും. റിജക്ഷൻ ഏരിയ ആണ് 187 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് 205ലേക്കൊക്കെ പോകത്തുള്ളൂ. പിന്നെ ഒരു ലോങ് ഡ്രൈവിന് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു 100-150 പോയിന്റ് സിയിലോ പിയിലോ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ
നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും. അപ്പോൾ സിയിൽ നല്ല മൂവ് കിട്ടുന്നതിന് മുമ്പ് പിയിൽ ഒരു മൂവ് കിട്ടിയിട്ട് സിയിൽ മൂവ് കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ SMA ഒക്കെ ആദ്യമേ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു 180 ബ്രേക്ക് ചെയ്താൽ 187ലേക്കും 187 ബ്രേക്ക് ചെയ്താൽ 205ലേക്കുള്ളൊരു മൂവ്മെൻറ്റേ ഇനി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു ഹൈവേയിലേക്കൊക്കെ കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇടക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പറന്നങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ സി. $189 കാരണം ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരേണ്ടതുണ്ട്. അതായത് 188 ഏത് ഭാഗത്തേക്കാണ് 189 ഒരു നല്ലൊരു ഏരിയ ആണ് 189. ആ 189 വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് താഴത്തോട്ട് പോയിട്ടേ വരുള്ളൂ, അതോ 180 ബ്രേക്ക് ചെയ്താൽ 190ലേക്ക് ഒരു ഒറ്റ പോക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു ഡൗട്ടുള്ളൂ. ചിലപ്പോൾ അത് സപ്പോർട്ട് എടുക്കാനായിട്ട് 155ലേക്കോ 159ലേക്കോ സപ്പോർട്ട് എടുക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിലാണ് ഡയറക്റ്റ് 190ലേക്ക് പോകത്തുള്ളൂ. ഹൈ വോളിയത്തോട് കൂടിയിട്ടായിരിക്കും മൂവ്മെൻറ്റ്. കാരണം ഇത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നാൽ 155 ഇട്ട് പോരും. കാരണം ഇവിടെ ഒരു പിൻബാർ പോലെയൊക്കെ വരുന്നുണ്ട്. ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടുത്തെ എൻട്രി. അല്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡും നമുക്ക് ഹെഡ്ജ് ചെയ്ത് എടുത്തു വെക്കേണ്ടി വരും. സിയും പി എടുത്തു വെച്ചിട്ട് ഒരു 10 പോയിൻറ്റ് ഈ 15 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെ എടുത്താൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു 20 പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 5 പോയിൻറ്റ് സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പിയിൽ 165 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 173ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് പിയിൽ പ്രതീക്ഷിക്കുന്നത്. ഒരു RSIയുടെ ക്രോസ് ഓവർ പിയിൽ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആദ്യത്തെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. 167 സ്റ്റേജിലേക്ക് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിട്ടുണ്ട്. അത് ആ കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലോ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ സിയിൽ 155ലേക്കായിരിക്കും ഡംപ് ആവുന്നത്. അതാ 167 ഒരു സപ്പോർട്ട് ഫാക്ടർ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവിടം വരെ മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ടുള്ളൂ. ഇനി 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴൊന്നും ആയിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇതൊന്നും അല്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ശരിക്കും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലെ 155 വരെ വരേണ്ടതായിരുന്നു. ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഫുൾ സ്ട്രെങ്ത് ക്യാൻഡിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനിടക്ക് ഈ 167 ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ആയതുകൊണ്ടും ഒരു വൈറ്റ് ലൈനും അതേപോലെ ഒരു വൈറ്റ് ഡോട്ടും ഉള്ളത് കൊണ്ടാണ് ഇതൊന്ന് സ്ട്രഗിൾ ചെയ്ത് ആദ്യത്തെ റെസ്പെക്റ്റേഷൻ നടത്തുന്നത്. പോരാത്തതിന് ഇവിടെ മുകളിലേക്ക് പോയപ്പോൾ SMAയിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ടുമുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 175ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ക്രോസ് ഓവർ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ 175 അല്ലെങ്കിൽ 173 ടച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ആവാതെ സാധനം നമ്മൾ പറഞ്ഞ ആദ്യത്തെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ് അവിടെ നടന്നത്. പക്ഷെ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു 155 വരെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് 175 വരെ.
കാരണം കറക്റ്റായിട്ട് ഈ ഒരു വൈറ്റ് ഡോട്ടിൽ റെസ്പെക്റ്റ് എടുക്കുന്നതുകൊണ്ടാണ്. ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന 155. ഇത് ആദ്യത്തെ ഇവിടെയോ നമ്മൾ സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആവുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊരു സപ്പോർട്ടാണ്, പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്താലും ഇതിൻ്റെ തൊട്ട് താഴേക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാരണം ഇവിടെ ഫുൾഫിൽ ആയിട്ടില്ല, ഇവിടെ 175 ഫുൾഫിൽ ആയിട്ടില്ല. ഇവിടെ എടുത്താലും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ 1 പോയിൻ്റൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. കാരണം താഴത്ത് 155 ഒരു സ്പേസ് കൂടെ കിടപ്പുണ്ട്, ഒരു വിക്ക്. പിന്നെ ഒരു സേഫായിട്ടുള്ള മൂവ് ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെ പിന്നെ ഇവിടേക്ക് ആവറേജ് ചെയ്യണം. ഇവിടെ ഒരെണ്ണം എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ 155 വരികയാണെങ്കിൽ ആവറേജ് ചെയ്യുക. ഈ ഭാഗത്താണ് ആ സപ്പോർട്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കയ്യും കെട്ടി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, അതവിടെ അങ്ങ് ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ബോക്സ് ബ്രേക്ക് ചെയ്തിട്ട് റെഡ് ലൈനിലാണ് നിൽക്കുന്നത്. ആ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ SMA ഒരു ടച്ച്, അവിടെ നിന്ന് പിന്നെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും? 124,124 മാർക്കറ്റ് മൂവ് ചെയ്യണം. നമ്മൾ പറഞ്ഞ ബോക്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇൻഡെക്സ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് ഹോൾഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാം. ഫൈവ് മിനിറ്റിലേക്ക് നോക്കിയാലും എന്താ RSI 5 മിനിറ്റിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 180 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 197 പോകുന്നത്. അപ്പോൾ 197 മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ 167 അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലോ ഇട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. $176. എന്തുകൊണ്ടാണ് ഇവിടെ ലോ വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ 2 മിനിറ്റിൻ്റെ ഒരു RSI ഇവിടെ ഇങ്ങനെ താഴത്ത് സ്റ്റേബിളായിട്ട് നിൽക്കണതുകൊണ്ട് മാത്രമാണ്. ഒന്നും വലിയ വിഷയമുള്ള കേസല്ല. ഹയർ ടൈം ഫ്രെയിമിൽ ലോങ് ഡ്രൈവിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൂവ് ചെയ്താൽ മാക്സിമം പോകാവുന്ന 175 വരെയൊക്കെ പോകത്തുള്ളൂ. കാരണം ഈ RSI 2 മിനിറ്റിൻ്റെ സിക്ക് പ്രതികൂലമായിട്ടാണ് പിയുടെ RSI നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഗ്രീനൊക്കെ വന്ന് സ്ട്രഗിൾ ആവുന്നത്. ഇപ്പോൾ ഇത് രണ്ടും ടാലി ആവുമ്പോഴാണ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. RSI 5 മിനിറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ലോങ് ഡ്രൈവാണ് നമ്മൾ, ഒന്ന് ക്ലച്ച് പിടിച്ചങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോങ് ഡ്രൈവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എൻട്രിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു ലോങ് ഡ്രൈവ് എൻട്രിയൊക്കെ ഒരു 100 പോയിൻ്റ് 120 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം ഒന്നൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ 2 എൻട്രിയാണ് പ്ലാൻ ചെയ്തത്. അതിൽ ആദ്യത്തെ എൻട്രിയിലാണ് എൻട്രി പാസ്സായിരിക്കുന്നത്. രണ്ടാമത്തെ എൻട്രി 155 ആയിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ എൻട്രി എടുക്കുക, അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ 1-2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് താഴത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് റീ എൻട്രി എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു സിയിൽ. ഓൾറെഡി 177 ആയി. 180 ബ്രേക്ക് ചെയ്താൽ പിന്നെ 194 ആണ്. 194ലേക്ക് ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കിട്ടിയത് ഒരു 10 പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വൈകിട്ടത്തേക്ക് കിട്ടണം. 179, 180 ബ്രേക്ക് ചെയ്താൽ 194. ഓക്കെ, മൂവ് ആവുന്നുണ്ട്. 184 ഇതൊരു റിജക്ഷൻ ഏരിയ ആണ്. ഈ 194 എന്നുള്ളത് ഒരു റിജക്ഷൻ ഏരിയ ആണ്. അത് ഇത്രയും കൂടെ മൂവ് ചെയ്താൽ 5 മിനിറ്റിൻ്റെ ആണ് 200. 186 RSI അപ്പർ സൈഡിലേക്ക് മൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ചോട്ടിലാണ് 160യിൽ നമ്മൾ, ഇതിൻ്റെ ഓപ്പൺ ആയിരുന്നു നമ്മുടെ എൻട്രി 160. 190, 194 ബ്രേക്ക് ചെയ്താൽ പിന്നെ 255ലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, 190 നമ്മൾ പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്ത് നമുക്ക് കിട്ടിയത്. ഇവിടെ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോക്സിന് പുറത്തേക്ക് പോയാലാണ് ഒരു കൺഫേം മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ SMA റിജക്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു 10 പോയിന്റിലോ 10 പോയിന്റിൽ കയറ്റിയിട്ടിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ കിടക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ വിചാരിക്കണം. കിട്ടുവാണെങ്കിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടണം. 194ലേക്ക്. ഓക്കെ, നമ്മുടെ 194 ടച്ച് ചെയ്തു. ഈ 194 ഇനി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 255 വരെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇത് ആദ്യത്തെ ഒരു റിജക്ഷൻ ഏരിയ ആണെന്ന് മാത്രമേ ഉള്ളൂ. 194 നമ്മൾ പറഞ്ഞ ആ ഒരു ആദ്യത്തെ ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്ത് ഈ ഒരു ഭാഗത്താണ് 162 ഭാഗത്തായിരുന്നു നമുക്ക് എൻട്രി കിട്ടി. 197ലേക്ക് പോയിട്ടുണ്ട്. 200 ബ്രേക്ക് ചെയ്താൽ പിന്നെയും പോകും. അപ്പോൾ 162 എന്ന് പറയുമ്പോൾ 72, 82, ഒരു 180യൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിടണം. ഇപ്പോൾ 15 പോയിന്റ് ഓൾറെഡി കൂടുതലാണ്. ഇപ്പോൾ ഒരു 10 ലോട്ടോ അല്ലെങ്കിൽ 5 ലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു 3 ലോട്ടൊക്കെ കൊടുക്കുക. ബാക്കി ഉള്ള ലോട്ട് ഒരു 180യിലൊക്കെ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള മൂവ്മെൻറ്റ് RSIയുടെ ഈ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ 200ലേക്ക് എത്തുന്നുണ്ട്. 200 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകുന്നത് 257ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ വളരെ സേഫായിട്ടുള്ള ഒരു എൻട്രിയാണ് കിട്ടിയത്. ഒരുപാട് നേരം ഒരു ഇത്തിരി പാട് കഴിച്ചിട്ടാണ് ഈ ഒരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്ത്. 2 എൻട്രി ഉണ്ടായിരുന്നു. ആദ്യത്തെ എൻട്രി നമ്മൾ പറഞ്ഞത് 1 പോയിന്റോ 2 പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹിറ്റ് വിട്ടേക്കാം, അതിന് താഴത്തോട്ട് വന്നാൽ വീണ്ടും എടുക്കാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ 40 പോയിൻ്റാണ് 160 തൊട്ട് 198 വരെ. 194 നമ്മൾ പറഞ്ഞത്. 160 മുതൽ 94 വരെയാണെങ്കിലും 34 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പിയുടെ ഒരു മൂവ്മെൻറ്റ് കുറച്ച് വരാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു റിവേഴ്സ് കാണിക്കുന്നതിൻ്റെ റീസൺ. പോയാലും ഒരു 153 വരെയൊക്കെ പോകത്തുള്ളൂ. അതായത് ഒരു റീടെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഈ RSI മുകളിൽ പോയി കറങ്ങണ വരെ ഇതിങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഹോൾഡിംഗ് ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ വേറെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. അതവിടെ ഹോൾഡ് ചെയ്തിട്ടേക്കുക. അതിൻ്റെ ഇടയ്ക്ക് പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിൻ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ വേരിയേഷൻസ് നമുക്ക് ഇപ്പുറത്ത് നമ്മളെ ബാധിക്കില്ല. കാരണം ഇവിടെ 2 മിനിറ്റിൽ RSI പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് ഇവിടെ ഈ റെഡ് കിടന്നിട്ട് കളിക്കണം.
കാരണം ഈ 150 പിയിലെന്ന് പറഞ്ഞാൽ ഒരു റീടെസ്റ്റ് ഏരിയ ആണ്. അപ്പുറത്ത് 190 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ് സിയിൽ. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് 197 വരെ പോയി. ഞാനൊരു 195 എക്സിറ്റ് ആയിട്ട് ഈ RSIയുടെ പൊസിഷനൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ പിന്നെ എടുക്കും. അതല്ല ഇവിടെയാണ് മൂവ്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റി അങ്ങ് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു സെനാരിയോ എന്ന് പറഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. ഈ ഒരു ക്യാൻഡിൽ, ഈ ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. ഈ ട്രെൻഡ് കണ്ടിന്യൂഷൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 150 വരെ മാർക്കറ്റ് പോകും. കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആ റെഡ് ക്യാൻഡിൽ അതേ വോളിയത്തോടുകൂടിയുള്ള ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ 152 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഒരു റീടെസ്റ്റിന് വേണ്ടി പോകുന്നതാണ്. വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ താഴത്തോട്ട് 145 ആ ഏരിയ താഴത്തോട്ടൊന്ന് റിജക്റ്റായി. ഇവിടെ ഇതിൻ്റെ ലോ എത്ര വന്നിട്ടുണ്ട്? 182 വരെ വന്നിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ക്യാൻഡലിൽ നമ്മുടെ എൻട്രി 185. ഇനിയിപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സ്റ്റിൽ RSI 5 മിനിറ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിലാണ്, ഹോൾഡിങ്ങും അല്ലാതെ ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് കയറാം. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞത് 180 നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. 162 എത്രയാ 180. ഈ ക്യാൻഡിലിൻ്റെ ലോ എത്ര വരെ വന്നെന്ന് നോക്കിയേ? 185 വരെ. ഈ ക്യാൻഡിലിൻ്റെ ലോ എത്ര വരെ വന്നിട്ടുണ്ട്? 182 വരെ വന്നിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 182 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ട് അല്ലെങ്കിൽ ഈ രണ്ട് ക്യാൻഡിൽ അതിൻ്റെ ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ട്രെയിൽ ചെയ്ത് വെച്ചത്. അപ്പം നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുമ്പോഴും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. നമുക്ക് തോന്നുന്നിടത്തൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അതും കൊണ്ട് പോകും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റാണ്. ഓൾറെഡി 20 പോയിൻറ്റിൽ അത് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 പോയിൻറ്റിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഈ RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. ഒന്നെങ്കിൽ എനിക്ക് 20 പോയിൻറ്റിൽ അത് ലോക്ക് ചെയ്ത് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ 200 ബ്രേക്ക് ചെയ്ത് സാധനം 257 വരെ പോകണം. ഇത് രണ്ടിലേതാണെങ്കിലും രണ്ടിനെയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം? 20 പോയിൻ്റ് എന്തായാലും കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 100-150 പോയിൻ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിലൊരു എൻട്രി നമുക്ക് കിട്ടാനായിട്ട് ഒരു ഇത്രയും നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഒരു എൻട്രി
നമുക്ക് എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അതിൽ പിടിച്ചങ്ങ് കയറിപ്പോവാം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ്സിലും RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച 2 ലെവൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 23,956 അല്ലെങ്കിൽ 24,125 ഈ 2 ഭാഗത്തേക്കാണ് മാർക്കറ്റിൻ്റെ വിഷൻ. അപ്പോൾ രാവിലെ നമ്മളിത് സ്ട്രഗിൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കാണോ മാർക്കറ്റിന് മൂവ്മെൻ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ബോക്സ് വരച്ച് വെച്ചതിൻ്റെ റീസൺ അതാണ്. അതിന് പുറത്തേക്ക് പോയാലാണ് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ടാലി ആവാതെ നിൽക്കുകയാണ്, രണ്ടും 2 ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഈ ഒരു 200 ബ്രേക്ക് ചെയ്താലാണ് മൂവ്മെൻ്റ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ 177ലേക്കൊക്കെ ഒരു ഫാള് നല്ല രീതിയിൽ വരും. കാരണം പിയിൽ RSI 2 മിനിറ്റ് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സിയിൽ മൈനസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അംഗീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ റെഡ് നമ്മളിപ്പോൾ സി എടുത്തു വെച്ചിട്ട് അവിടെ റെഡ് വരാൻ പാടില്ല എന്നാണ് നമ്മുടെ മനസ്സിൽ തീരുമാനമെങ്കിൽ അതിൽ അർത്ഥമില്ല. കാരണം പിയിൽ RSI ഇപ്പോൾ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പിയിൽ ആ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ. അല്ലാതെ സിയിൽ റെഡ് വരാൻ പാടില്ല എന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല. 182ലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. രണ്ട് രീതിയിലാണ് മൂവ്മെൻറ്റ്. ഒന്നെങ്കിൽ പി അടിച്ച് കയറി 175 വരെ പോവും, അല്ലാന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ഈ ഒരു 140 എന്നുള്ള ലെവലിൽ ഒരു വൈറ്റ് ലൈൻ വരണം. ഒരു വൈറ്റ് ലൈൻ വന്നിട്ട് RSI മുകളിലോട്ട് കയറുന്നത് വരെയും പി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 140ൽ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് താഴത്തോട്ട് ഫാളാവണം. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സിയിൽ റെഡ് വന്നാലും നമ്മൾ പാനിക് ആവേണ്ട കാര്യങ്ങളുണ്ടാവില്ല. നമ്മൾ 180ൽ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ 180 ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥനാണ്. അത് അവിടെ നിന്ന് പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താക്കാം, നമുക്ക് സിയിൽ വേണമെങ്കിൽ പ്രോഫിറ്റൊക്കെ എടുക്കാം. അത് വിഷയമുള്ള കേസുകളല്ല. നമ്മൾ ഇൻഡെക്സിൻ്റെ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ഈ ബ്ലൂ ലൈൻ നല്ലൊരു റിജക്ഷൻ ഏരിയ ആണ്. ആ ബ്ലൂ ലൈനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 24131 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പം നിൽക്കുന്നത് ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇൻഡെക്സിൻ്റെ. മാക്സിമം കയറ്റി നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം. കാരണം അവിടെ നിന്നൊരു ഡൗൺ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൊരു ഡൗൺ വന്നാൽ ഈ ഒരു വൈറ്റ് ലൈനിലേക്ക് മാർക്കറ്റ് ഈ ഒരു SMAയിലേക്ക് റീസപ്പോർട്ട് എടുക്കാൻ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 188 ആ ഭാഗത്തേക്കൊക്കെ 188 85 ഒരു 10 പോയിൻറ്റും കൂടെ കയറ്റി ലോക്ക് ചെയ്താലും വലിയ വിഷയമില്ല. കാരണം അവിടെ ഒരു ഇത്തിരി സ്ട്രഗിൾ ഉണ്ട്. അവിടെ എന്താണ്, കാരണം ഇവിടെ ഒരു മടക്ക് വന്നിട്ട് 5 മിനിറ്റിൽ ചെറിയൊരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. അതൊരു നമുക്കൊന്ന് അലർട്ടാവാനായിട്ടുള്ള ഇൻഡിക്കേഷനാണത്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് അപ്പിലേക്ക് പോയാൽ മാർക്കറ്റ് 24130, ഇല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ SMAയിലേക്ക് മാർക്കറ്റ് വരും. അപ്പോൾ ഒരു ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ കയറ്റി വെക്കണം. നമ്മുടെ പ്രോഫിറ്റ് ഒരു പന്തികേട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കണം. ഇവിടെ ഒരു മടക്ക് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അത് അത്ര വലിയ ഉറപ്പൊന്നുള്ള മടക്കല്ല, പക്ഷെ എന്നിരുന്നാലും നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. കാരണം ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ചെയ്താൽ, ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഈ നടന്നേക്കണത്.
അപ്പോൾ അത് തിരിച്ചതേപോലെ റിവേഴ്സ് കയറണമെന്നുണ്ടെങ്കിൽ 135 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 146 മാർക്കറ്റ് മൂവ് ആവും. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ അല്ലെങ്കിൽ 188 ട്രെയിൽ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 180 എന്നുള്ളത് നമ്മൾ 188 85 86 10 പോയിന്റ് ആഗ്രഹിക്കുന്നവന് 160 മുതൽ 185 വരെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല. നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു 5 മിനിറ്റിൽ മടക്ക് വന്നിട്ടുണ്ട്. അതൊരു സ്ട്രഗ്ലിംഗ് പോയിന്റ് ആണ്. പിന്നെ സെക്കൻഡ് തിങ് 15 മിനിറ്റ്സിൽ ഈ ഡോജി ക്യാൻഡിലൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിലുള്ള 15 മിനിറ്റ്സിൻ്റെ ലോ ആണ് ശരിക്കും ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ. ഈ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഇവിടെ വന്നാൽ ബ്ലൂ ലൈൻ അത് ഞാൻ മാറ്റിയേക്കാം. ബ്ലൂ ലൈൻ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ ലൈനും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 124 മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 207 ആയിട്ടുണ്ട്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 196 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ. 189 185 ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് 188 ഒന്ന് വന്നുകൂടാകില്ല. നമ്മളതെപ്പോഴും മെൻഷൻ ചെയ്ത് വേണം വെക്കാനായിട്ട്. 200 ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട് സോണാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ BP കൂടുതലാണ്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, ഞാൻ ഹാപ്പിയാണ് എന്ന് തോന്നലുള്ളവർക്കൊക്കെ 200 വളരെ സേഫ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഈ RSIയുടെ ക്രോസ് ഓവർ. ആ ക്രോസ് ഓവർ വരെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ, ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ. അപ്പോൾ അത് നമ്മളൊന്ന് മൈൻഡിൽ വെക്കണം. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോരും. അപ്പോൾ ഇതൊരു ഫാൻസി പോലെ ആക്ട് ആവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ എത്രയാ? 204. അപ്പോൾ ഒരു 190 വേണമെങ്കിൽ 188 190 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 13 പോയിൻറ്റിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. ക്യാൻഡിൽ അങ്ങനെ ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ആവാം. കയറ്റി വെച്ച് കൊണ്ടുപോകണം. ഇപ്പം നിലവിൽ 206 207 ഒരിത്തിരി പാടാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ 255. നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 255. പക്ഷേ കിട്ടിയ പ്രോഫിറ്റ് നമുക്കൊട്ട് കളയാനും പറ്റത്തില്ല. ആ രീതിയിൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കണം. കാരണം പിയിൽ കുറച്ചെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടണ്ടേ. കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സാധനമാണ് ഇത്. കുറച്ചൊന്ന് പൊക്കത്തേക്ക് പോവാതെ വേറെ നിവൃത്തിയില്ല. അതായത് ഇവിടെ സപ്പോർട്ട് എടുത്തു, മേളിൽ പോയി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു, തിരിച്ച് അങ്ങോട്ട് റീടെസ്റ്റിന് വേണ്ടി പോയി. ഓക്കെ 179 177 എന്ത് നല്ല മൂവ്മെൻറ്റ് കിട്ടിയെന്ന് നോക്കി. 181 182. അതായത് നമ്മൾ പറഞ്ഞത് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ,
ഇവിടെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു ഫാള്, ആ ഫാള് SMA സപ്പോർട്ട് എടുക്കാൻ വരും. ഇവിടെ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് 200ൻ്റെ താഴെ നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചു. അത് 183 സപ്പോർട്ട് എടുക്കാൻ പോകുന്നു. ആ തക്കം പാർത്ത് നമുക്കിവിടെ 131 തൊട്ട് 143 വരെ കിട്ടിയിട്ടുണ്ട്. അതൊരു 135 ലോക്ക് ചെയ്ത് അങ്ങ് വെച്ചേക്ക്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് RSI മൂവ് ചെയ്യണനുസരിച്ചിട്ട് എന്താക്കാം, ഇത് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ. കാരണം പിയിൽ ഏത് സമയവും ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഓപ്പോസിറ്റാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ എൻട്രി കറക്റ്റായിട്ട് എടുത്തു, ട്രെയിൽ ചെയ്ത് വെച്ചു. പന്തുകേടാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് 200 190 195 അങ്ങനെ പല സ്ഥലം നമുക്ക് ട്രെയിൽ ചെയ്ത് മാക്സിമം നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞതിൻ്റെ റീസൺ ഈ ഒരൊറ്റ കേസ് കൊണ്ടാണ്. കാരണം ഒന്ന് ബ്രേക്ക് ഔട്ടായിട്ട് റീടെസ്റ്റ് എടുക്കാനായിട്ട് വരണം, SMA റീടെസ്റ്റ് എടുക്കാനായിട്ട് വരണം. ഇവിടെ ഒരു റിവേഴ്സ് ഫോം ചെയ്ത ഏരിയ ആണ്. അപ്പം അതേപോലെ തന്നെ ഒരു സിമിലാരിറ്റി ഉള്ള, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ രണ്ടെണ്ണം. അപ്പോൾ അത് ഇവിടെ ഫോം ചെയ്യാനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാം, താഴത്തോട്ട് നല്ല ഫാള് വരാം, ഇവിടെ നല്ലൊരു മൂവും കിട്ടാം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് അതനുസരിച്ചിട്ട് അത് ട്രെയിൽ ചെയ്ത് വെച്ചു. ഇവിടെ അതനുസരിച്ചിട്ടുള്ള മൂവും കിട്ടി. അത് എന്ത് ചെയ്യാം, അടുത്തത് 140 ട്രെയിൽ ചെയ്ത് വെക്കാം. മതി, 140 ട്രെയിൽ ചെയ്ത് വെക്കുക. ബാക്കി കിട്ടുകയാണെങ്കിൽ 154 165 കിട്ടട്ടെ. അപ്പോൾ നോക്കിയേ 177 വരെ സാധനം എത്തി. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുക. പന്തുകേടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു മടക്ക് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു അലർട്ടായിരിക്കണം, ഏത് നിമിഷവും മാർക്കറ്റ് ഫാൾ ആവാം. കാരണം പിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അലർട്ടായിട്ടിരുന്നത്. അപ്പോൾ അത് ലോക്ക് ചെയ്ത് പ്രോഫിറ്റാക്കി. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൂടെ? ഇവിടെ നിന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ലല്ലോ. അതായത് 209 നിന്ന് 255 വരെ അത് അവിടെ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിക്കൂടായികയില്ല. നമ്മൾ പറഞ്ഞത് ഒരു തവണ കൂടെ ഈ ഒരു ഭാഗത്ത് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ റെഡായിട്ടൊന്നും തൽക്കാലം നമ്മളിനിയിപ്പോൾ കാണുന്നില്ല. ഇനിയിപ്പോൾ എൻട്രി ഇല്ല. ഇത് എനിക്ക് തോന്നുന്ന ഒരു 153 ഒക്കെ ടച്ച് ചെയ്യണം. 153 ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ് നമ്മൾ പറഞ്ഞു, ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ പ്രോഫിറ്റ് എടുക്കാം. അത് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ എനിവേ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇതും അത്യാവശ്യം 142 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല, 1 മണിക്കൂറായി. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക്, കാരണം സാധാരണ വ്യൂ അനലൈസ് ചെയ്യുന്ന പോലെ അല്ല ഇന്ന് ഞാൻ അനലൈസ് ചെയ്ത്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും സിംപ്ലിഫൈ ആയിട്ടുമാണ് ഞാനിന്ന് അനലൈസ് ചെയ്ത് വീഡിയോ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ലൈവിൽ ആളുകളുള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ശ്രമിക്കണം. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇപ്പോഴും നമ്മൾ 139 താഴെയാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ആ റെഡ് വന്നപ്പോഴൊന്നും നമ്മൾ വെറുതെ പാനിക്കായി നിന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഈ ഒരു 153 ടച്ച് ചെയ്യുമെന്ന് നോക്കാതെ നമുക്കിനി സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനും പാടാണ്. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ കൺസോൾട്ടേഷൻ സോണാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് എഗെയിൻ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 24123 മാർക്കറ്റ് പോകും. നമ്മൾ മാർക്കറ്റ് ഒരിക്കലും ഒരു ഹൈ ഒരു ലോ, അടുത്ത ഹൈ അടുത്ത ലോ, അതിൻ്റെ അടുത്ത ഹൈ അടുത്ത ലോ, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ.
നമ്മൾ പറഞ്ഞത് ഈ റെഡൊന്നും കണ്ടിട്ട് വെറുതെ നമ്മൾ പാനിക് ആവണ്ട. എനിവേ അടുത്ത മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എനിവേ 1 മണിക്കൂറായി. ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.